ഗൈസ്, മിനിമം 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് SSC മുഖേന പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വിളിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് Dയിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. അതായത് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2026 വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് 2026 സോ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും 731 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പോസ്റ്റിനായിട്ട് വിളിച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു വേക്കൻസീസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വിളിച്ചിരിക്കുന്നതെന്നും ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ അണ്ടറിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D പോസ്റ്റുകളും, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ ഗ്രേഡ് D പോസ്റ്റുകളിൽ വിളിച്ചിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന ഏജ് ലിമിറ്റ്, അതായത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യത മാത്രമാണ്. സോ അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അതായത് SSCയുടെ വെബ്സൈറ്റിലൂടെയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് വുമൺ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും യാതൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഇവിടെ ചോദിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനായിട്ട് വരുന്ന ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് കേരളത്തിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ സിലബസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കൂടാതെ സ്കിൽ ടെസ്റ്റ് എക്സാമിനേഷൻ, അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് നടക്കുന്ന ഈ ഒരു സ്റ്റെനോഗ്രാഫിയുടെ എക്സാമിനേഷൻ കൂടെ പാസ്സായാൽ മാത്രമാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് എലിജിബിൾ ആകൂ. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDFന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.